നമസ്കാരം, ഞാൻ ജോയി കടുത്തുരുത്തി. അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 30 സെൻറ്റ് സ്ഥലവും അതിലുള്ള ഒരു ഇരുനില വീടുമാണ്. 2500 സ്ക്വയർ ഫീറ്റോളമുള്ള 5 ബെഡ്റൂമുള്ള ഒരു വീടാണ്. 30 സെൻറ്റ് സ്ഥലമുണ്ട്. സ്ഥലമൊക്കെ കൂടുതൽ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പറ്റിയ വീടും സ്ഥലവുമാണ്. നല്ലൊരു കുറഞ്ഞ വിലയ്ക്കാണ് ഈ വീടും സ്ഥലവും ഉടമസ്ഥൻ വിൽക്കുവാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ്. വീടിൻ്റെ സെയിലിനും മറ്റുമായിട്ട് ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആളുമായിട്ട് സംസാരിക്കാവുന്നതാണ്. 30 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. നമുക്ക് വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക. ഞാൻ ഈ വീടും സ്ഥലവും നിങ്ങളെ കാണിച്ചു തരാം. വീടിൻ്റെ കോമ്പൗണ്ടാണ് നമ്മൾ കാണുന്നത്. നല്ല ടാർ റോഡ് ഫ്രണ്ടേജുള്ള പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടും സ്ഥലവുമാണ്. 30 സെൻറ്റ് സ്ഥലമുണ്ട്. തെങ്ങുണ്ട്, പ്ലാവുണ്ട്, അതുപോലെ ജാതി, റബ്ബർ, ഇങ്ങനെയുള്ള മാവുണ്ട്. ഇഷ്ടംപോലെ കായ്ക്കുന്ന ഫലവൃക്ഷങ്ങളുള്ള കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിത്തിരിച്ചിട്ടുള്ള ഒരു വീട് സ്ഥലവുമാണ്. ഇഷ്ടംപോലെ ജലലഭ്യത കിട്ടുന്ന കിണർ വെള്ളമുണ്ട്. നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ്. വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ടാണിത്. വീടിന് കുറച്ച് പഴക്കമുണ്ടെങ്കിലും വളരെ നല്ല ചെങ്കല്ലിൽ പണിതീർത്തിരിക്കുന്ന മണലൊക്കെ ഇട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ പ്ലാവിലൊക്കെ അതിൻ്റെ ഫലങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നു. തെങ്ങിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടായി. ഫലവൃക്ഷങ്ങളുള്ള ഒരു ഭൂമിയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു എലിവേഷനിലുള്ള ഒരു ഇരുനില വീട്. വീടിന് 10-15 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക. അതുപോലെ ഈ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതൊരു റിക്വസ്റ്റാണ്. നമുക്കതൊരു ഷെയർ ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടംപോലെ ഇതുപോലെ വില കുറഞ്ഞ ഭൂമിയുള്ള നല്ല നല്ല പ്രോപ്പർട്ടികൾ ഞങ്ങൾ ചാനൽ വഴി ഇഷ്ടംപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന കിണറാണ്. നല്ല ഒരു വേനയ്ക്ക് പറ്റാത്ത, എന്നാൽ നല്ല ഉയർന്നിരിക്കുന്ന ഒരു ഭൂമി ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വെള്ളത്തിൻ്റെതായിട്ടുള്ള യാതൊരുവിധ ശല്യവും ഉണ്ടാകാത്ത ഇഷ്ടംപോലെ ജലലഭ്യത കിട്ടുകയും ചെയ്യുന്ന ഒരു ഭൂമിയാണിത്. നമുക്ക് വീടിൻ്റെ പുറകുവശമൊക്കെ ഇന്ന് കാണാം. ഇതിൻ്റെ ബാക്കിലേക്കാണ് സ്ഥലം കിടക്കുന്നത്. ഇഷ്ടംപോലെ റബ്ബർ, പ്ലാവ്, അങ്ങനെയുള്ള മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു ഭൂമിയാണ്. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത്. 65 ലക്ഷം രൂപ മാത്രമാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് കേട്ടോ. നെഗോഷ്യബിളാണ്. ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും നമുക്ക് നേരിട്ട് ഇരുന്ന് സംസാരിച്ചാൽ. എന്നിട്ട് നല്ല നിരപ്പായിട്ടുള്ള ബാക്ക് സൈഡിൽ നിരപ്പായിട്ടുള്ള ഭൂമിയാണിത്. ഇതിനകത്ത് റബ്ബറാണ് ഇപ്പോട്ട് വെട്ടാൻ പ്രായമായി വരുന്ന റബ്ബറാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തെങ്ങുണ്ട്, പ്ലാവുണ്ട്. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ്. നമുക്ക് മറ്റ് കൃഷികളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ആ കൃഷിയൊക്കെ ചെയ്യാവുന്ന സ്ഥലമുണ്ട് കേട്ടോ. നല്ല റംബുട്ടാനൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഫലങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. തെങ്ങലാണ് ഇഷ്ടംപോലെ കായ് ഫലമുണ്ട്. ഈ വീടിന് 5 ബെഡ്റൂമാണുള്ളത്. അതിൽ 3 അറ്റാച്ച്ഡ് ബാത്റൂം, 2 കോമൺ ബാത്റൂമായിട്ട് 65 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ. നല്ല കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി മതിൽ, ഗേറ്റ് എല്ലാം ഉള്ള ഒരു വീട് സ്ഥലവുമാണ്. ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. കടുത്തുരുത്തിക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന
ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്നത് 65 ലക്ഷം രൂപ മാത്രമാണ്. നമുക്ക് വീഡിയോ കണ്ടു നോക്കുക. വീടിൻ്റെ ഉൾവശമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള നല്ല സ്ഥല സൗകര്യമുള്ളൊരു വീടാവട്ടോ. 65 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ. അങ്ങനെ നല്ല വലുപ്പമുള്ള ഒരു കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു. നല്ല തേക്കിൻ്റെ തടിയിൽ സിറ്റ് ഔട്ടൊക്കെ നല്ല പാനലിങ് ചെയ്തിട്ടുള്ള നല്ലൊരു വീടാണ്. ഇഷ്ടംപോലെ ജനൽ എല്ലാം നല്ല വലുപ്പത്തിലുള്ള ജനൽ പാളികളെല്ലാം കൊടുത്ത് നല്ല ചെങ്കല്ലിൽ പണി തീർത്തിരിക്കുന്ന ഒരു വീടാണ്. വീടിൻ്റെ സിറ്റ് ഔട്ടാണ്. നല്ല തേക്കിൻ്റെ പാനലിങ്ങൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു വീടാണിത്. നമുക്ക് വീടിൻ്റെ ഉൾവശം ഒന്ന് കണ്ടു നോക്കാം. കലൻ ഹോംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു റിക്വസ്റ്റാണ്. നമുക്കതൊരു ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീടിൻ്റെ ഉൾഭാഗമാണ്. ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റെയർ കേസാണ് കൊടുത്തിട്ടുള്ളത്. താഴത്ത് 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമുമായിട്ടുമാണ് ഇതിൻ്റെ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ്. താഴെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബെഡ്റൂമാണ്. മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ നമുക്ക് ചുറ്റുവട്ടമൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെങ്കിലും അതുതന്നെയൊക്കെ പ്രയോജനപ്പെടുന്ന നല്ല ഒരു റീസണബിൾ റേറ്റിലുള്ള ഒരു വീട് സ്ഥലവുമാണ് കേട്ടോ. ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കിച്ചൺ കാണാൻ നമുക്ക് തടി കൊണ്ടുള്ള കബോർഡുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വീടാണ്. നല്ല ചെങ്കല്ലിൽ പണി തീർത്തിരിക്കുന്ന മണലൊക്കെ ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. നല്ല സ്ഥല സൗകര്യമുണ്ട്. കിച്ചണുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. നമുക്ക് വിറകൊക്കെ വെച്ച് കത്തിക്കാനായിട്ടുള്ള അടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഒരു സ്റ്റോർ റൂം സ്പേസ് കൊടുത്തിരിക്കുന്നു. ഔട്ട് സൈഡിൽ വാഷ് ചെയ്യണമെങ്കിലൊക്കെ ഉള്ളൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് കോട്ടയത്തേക്ക് ഏതാണ്ട് ഒരു 27 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഏറ്റുമാനൂരിലേക്ക് 14 കിലോമീറ്റർ, അതുപോലെ വൈക്കം ടൗണിലേക്കും 14 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കല്ലറ ടൗണിലേക്ക് ഏകദേശം 7 കിലോമീറ്റർ മാത്രം. ബസ് റൂട്ടുമായിട്ടൊക്കെ ഏകദേശം ഒരു 250-300 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇഷ്ടംപോലെ ബസ് സർവീസുള്ള ബസ് സ്റ്റോപ്പ് ചെറിയ ടൗണിലേക്ക് 300 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കടുത്തുരുത്തി ടൗണിനടുത്തായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ബാൽക്കണി 2ാം നിലയാണ് കാണുന്നത്. 2ാം നിലയുടെ മുകളിലുള്ള 3ാമത്തെ ബെഡ്റൂമാണിത്. വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം കംപ്ലീറ്റ് ടൈലൊക്കെ ഇട്ട് നല്ല പണി എല്ലാം ഏകദേശം ഫിനിഷിങ് ആയിട്ടുള്ളൊരു വീടാണിത്. നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ മുകളിലും കൊടുത്തിരിക്കുന്നു. ഇതാണ് വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമാണ്. മുകളിലും ഒരു വാഷ് കൗണ്ടർ ഒരു കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു. രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം, 2 കോമൺ ബാത്റൂം. ഇങ്ങനെയാണ് വീടിൻ്റെ തന്നെ ഔട്ട് സൈഡിൽ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇതാണ് 5ാമത്തെ ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ബെഡ്റൂമാണ്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അതൊരു റിക്വസ്റ്റാണ്. അത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്കിതുപോലെയുള്ള വില കുറഞ്ഞിട്ടുള്ള വീടുകൾ നമുക്ക് ഇഷ്ടംപോലെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക. ഞാൻ ഈ അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം. ഇവിടെ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ട്. ആളുമായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് ഇഷ്ടമായാൽ നമുക്ക് വിലയിലൊക്കെ മാറ്റം വരുന്നതാണ്. നമുക്ക് നേരിട്ട് സംസാരിക്കാം. 65 ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ ചോദിക്കുന്ന വില. ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ. വീടിന് ഇച്ചിരി പഴക്കമുണ്ടെങ്കിലും നല്ല സ്ട്രെങ്ത് വീടാണ്. നല്ല പഴയ മണലൊക്കെ ഇട്ട് പണിതിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു വീടും സ്ഥലവുമാണ്. ഇവിടെ എല്ലാം റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട്.
ഇത്ര സ്ഥലമൊക്കെ ഡ്രസ് വർക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത്ര സ്പേസ് പ്രയോജനപ്രദമായ രീതിയിൽ നല്ല മനോഹരമായിട്ടുള്ള എലിവേഷനോട് യോജിച്ച് തന്നെ ചെയ്തിരിക്കുന്നു. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക, ഞാൻ ഈ വീടും സ്ഥലവും നേരിട്ട് കാണിച്ചു തരാം. കണ്ട ഇഷ്ടംപോലെ ഭിത്തിയിലൊക്കെ നല്ല ഇഷ്ടംപോലെ ജനൽ, നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല ജനലെല്ലാം പിടിപ്പിച്ച് എല്ലാം തടി കൊണ്ട് ചെയ്തിരിക്കുന്ന ജനൽപ്പാളികളാണ്. ഇപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക, ഞാൻ വീട് കാണിച്ചു തരാം, നമുക്ക് നേരിട്ട് കാണാം. ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.